ഭാര്യ ഉണ്ടായാൽ അൽ മർഅത്തു സ്വാലിഹ, ഒരു നല്ല ഭാര്യ ഉണ്ടായാൽ ഒരാണിന് മറ്റൊന്നും വേണ്ട. ഒരു നല്ല ഭാര്യ എന്ത് കാര്യത്തിലും അവന്റെ കൂടെ നിൽക്കുന്ന, ധൈര്യം നൽകുന്ന, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവൻ അനുസരിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, നന്ദിയുള്ള ഒരു പെണ്ണുണ്ടോ ജീവിതം നേടി. അദ്ദുനിയാ കുല്ലുഹാ മതാ, ഈ ദുനിയാവിലെല്ലാം നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. വെള്ളത്തിന് അനുഭവമില്ലേ, ഭക്ഷണത്തിന് അനുഭവമില്ലേ, പഴങ്ങൾക്ക് അനുഭവമില്ലേ, ചൂടത്തടിക്കുന്ന ഒരു ഇളം കാറ്റിന് അനുഭവമില്ലേ? പക്ഷേ ഈ ലോകത്ത് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖം ആ പുഞ്ചിരിച്ചനുസരണയോടുകൂടെ നമുക്ക് കാവൽ നിൽക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന പ്രിയതമയാണ് അൽ മർഅത്തു സ്വാലിഹ, ഏറ്റവും വലിയ സമ്പാദ്യം. അപ്പോ അവിടെ നല്ലൊരു ദീനുള്ള പെണ്ണ്, ദീനല്ലേ വേണ്ടത് സുഹൃത്തുക്കളെ? ദീനുള്ള ഒരു ഭർത്താവ്, ദീനുള്ള ഒരു ഭർത്താവ്, അതാണ് ആവശ്യം. അതെ, ജീവിക്കുമ്പോ പലർക്കും ഇതിന്റെ വില അറിയില്ല. അത് നമുക്കൊക്കെ ഉള്ള പ്രശ്നം. ജീവിക്കുമ്പോ ഞാൻ പറയുന്നു, ഇപ്പൊ നിങ്ങളെ കേട്ടിട്ടുണ്ട്, ആൾക്കാരതൊക്കെ ക്ലിപ്പാക്കി വിടുന്നോണ്ട് എല്ലാരും കേറി. അപ്പോ എന്നോട് എന്റെ സുഹൃത്ത് പറയും എപ്പോഴും വന്നിട്ട്, ഇപ്പി നല്ലോണം അല്ലപ്പോ, എന്തപ്പോ നമ്മള് മക്കള് കാട്ട്, എന്നും കച്ചറയാണ്, എന്നും പ്രശ്നമാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വാപ്പ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ പറയാ, എന്തപ്പോ കാട്ട്, ഉമ്മാക്ക് സങ്കടം സഹിക്കണില്ല. വാപ്പ മരിച്ചിട്ട് ഇപ്പൊ 3 മാസമായി. ഇപ്പോഴും ഉമ്മ ഇങ്ങനെ ഇടക്കാണ് പൊട്ടിക്കരയും, ഇടക്കണ്ട് ഉറക്കം കിട്ടൂല. അപ്പൊ ഇവനോട് ചോദിക്കണ ചോദ്യം, അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു, എന്തടാ ജീവിക്കണ കാലത്ത് ഇത്രമാത്രം തമ്മിൽ പോരടിച്ച് നിന്നിരുന്ന വാപ്പ മരിച്ചാൽ ഉമ്മക്ക് സമാധാനാകല്ലേ ചെയ്യ? അപ്പോ അതിനവൻ പറഞ്ഞ മറുപടി, ഉമ്മാന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഉമ്മ ഇങ്ങനെ ഇടയ്ക്ക് കരയുമ്പോ പറയും, എന്താണ്, വാപ്പനോട് നല്ലോണം നിൽക്കാൻ പറ്റിയില്ലല്ലോ. അതത്ര വാപ്പ പോയല്ലോ എന്നുള്ളതല്ല സങ്കടം, ഇത്ര കാലം ഒന്നിച്ചു നിന്നിട്ട് ഒരു ദിവസവും കൂടി നല്ലോണം നിൽക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. സുഹൃത്തുക്കളെ, നമുക്ക് ആർക്കും അറിയില്ല. ഞാൻ പറയാം, ഈ ഭാര്യമാരൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രയാണ് അവർ നമ്മുടെ ജീവിതത്തെ സഹായിക്കണത് എന്നുള്ളത് എന്താ അറിയങ്ങള്? അവളെങ്ങാനും നേരത്തെ മരിച്ച ജനാസ കഴിഞ്ഞ് വീട്ടിൽ വന്ന് എല്ലാരും പിരിഞ്ഞു പോയിട്ട് ആ കോലായിൽ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മിനിറ്റ് പോലും പുറത്തു പോകാതെ നമുക്ക് വേണ്ടി ജീവിച്ചൊരു പെണ്ണിന്റെ വില ആ മുഖത്ത് മണ്ണ് വീഴുമ്പോൾ അറിയും. അതുവരെ ഒരു പുരുഷനും അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അതേപോലെ സുഹൃത്തുക്കളെ, രോഗം വന്ന് നോക്കാൻ കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ടുപോയി ഡയാലിസിസിന് കൊണ്ടുപോയി കഷ്ടപ്പെട്ട് ഭക്ഷണം ജ്യൂസാക്കി പൈപ്പിൽ കൊടുത്ത് എടുത്തുകൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ടുപോയി മലവും മൂത്രവും വൃത്തിയാക്കി വർഷങ്ങളോളം കൂടെ നിന്നിട്ടും ബോധരഹിതനായി കിടക്കുന്ന ഭർത്താവ് അവസാനം പൾസ് കുറഞ്ഞ് മരിച്ചെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ആ സ്ത്രീ ഒരു മെസ്സേജ് അയച്ചു. എന്താ മെസ്സേജിലുള്ളത് എന്നറിയൂ? മരിച്ചതുപോലെ കിടക്കുകയാണെങ്കിലും എനിക്കൊരാളുണ്ടായിരുന്നു. മരിച്ചതുപോലെ ഒരു മൂലയിൽ കിടക്കുകയാണെങ്കിലും എനിക്കൊരാളുണ്ടായിരുന്നു. ഇനി എനിക്കാരുണ്ട് എന്നവർ ചോദിക്കുന്നു. അതൊരു ധൈര്യമാണ്. ആ ഭർത്താവ് ഒരു ധൈര്യമാണ്. പക്ഷെ ഇതൊക്കെ ദീനുണ്ടെങ്കിലേ നടക്കൂ. നമുക്ക് ദീനിന്റെ അളവ് എത്രയുണ്ടോ അതനുസരിച്ച് മാത്രമേ പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കിബിറും നമ്മുടെ അഹങ്കാരവും മേധാവിത്വവും ഒക്കെ അവിടെ പ്രവർത്തിക്കും. കുറച്ച് ശമ്പളവും കുറച്ച് വരുമാനം കുറച്ച് ചൊറുക്കും കുറച്ച് തന്റെയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് നമ്മളെയൊക്കെ വലിയ മുതൽക്കൂട്ടെങ്കിൽ ഓലെയൊക്കെ കൊണ്ടടക്കണമെങ്കിൽ വലിയ പണിയാണ്. പടച്ചോനെ ഇതിന്റെ ഭർത്താവാണ്, മൂപ്പരുടെ ഒരു തൃപ്തി പരലോകത്തേക്ക് എനിക്ക് ആവശ്യമാണ് എന്ന് ബോധമുള്ള ഒരു സ്ത്രീ എത്ര വലിയ ഡോക്ടറാണെങ്കിലും എത്ര വലിയ കലക്ടറാണെങ്കിലും ഭർത്താവിന് മുന്നിൽ അവൾ നല്ലൊരു ഭാര്യയായിരിക്കും. ഇനി എന്ത് തിരക്കും എന്ത് ബുദ്ധിമുട്ടും എനിക്കുണ്ടെങ്കിലും ഇവളുടെ അമാനത്തായി വാപ്പാന്റെ കൈ പിടിച്ച് ഞാൻ ഏറ്റുവാങ്ങിയതാണ്. അതുകൊണ്ട് നാളെ പരലോകത്ത് വല്ലദേനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, അത് ഈ അമാനത്ത് ഞാൻ പടച്ചവനോട് നാളെ പറയേണ്ടി വരും എന്ന് ആലോചിക്കുന്ന ഒരു ഭർത്താവ്. ഒരു സുഹൃത്തുക്കളെ, ഭാര്യന്റെ നമ്പർ ഉണ്ടോന്ന് ഇങ്ങനെ നോക്കും ഫോണിൽ, ഓള് വിളിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചോ. വീട്ടിൽ നിന്ന് പോയാൽ ഭാര്യയുടെ നമ്പറിന് വേറെ കാൾ ട്യൂണാണ്. ഓളെ വിളി കാണാതെ പോകാൻ പറ്റില്ല.
ആര് ഫോൺ വിളിച്ചാലും കണ്ടില്ലെങ്കിലും അവളുടെ വിളി കാണാതെ പോകാൻ പറ്റില്ല. കാരണം അവൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാനാണ് പരിഹരിക്കേണ്ടത്.